ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസിലാണ്. കാരണം വെച്ചാൽ നമ്മൾ നോർമലി എല്ലാവരും സ്ഥലത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, സ്ഥലം എന്ന് പറയുന്നതിന് ഒരു നിയമം പാസ്സാക്കിയ എപ്പോൾ വേണമെങ്കിലും ഇത് കയ്യിൽ നിന്ന് പോവാം. കാരണം പണ്ട് 100 ഏക്കർ 200 ഏക്കർ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ 15 ഏക്കറിൽ നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ ഇല്ലെങ്കിൽ കള്ളത്തരമൊക്കെ കാണിച്ച് കാർഷിക ഭൂമിയാണ് അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ നിയമ തടസ്സങ്ങൾ ഒക്കെ മാറ്റിയിട്ടൊക്കെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ മിടുക്കന്മാരായിട്ടുള്ളൂ. പഴയ കാലത്ത് നമ്മളുടെ കുടിയടപ്പ് നിയമം വന്നപ്പോൾ എല്ലാവരുടെയും സ്ഥലമൊക്കെ പോയി. ഒന്ന്. രണ്ട്, ഒരു ഫ്ലഡ് വന്നാൽ അല്ലെങ്കിൽ ഒരു മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എല്ലാം പോകും എന്ന് പറഞ്ഞുള്ള ന്യൂസൊക്കെ വരുന്നില്ലേ. ഇതുപോലെ പിന്നെ നമ്മൾ ലാൻഡ് ഉണ്ടെങ്കിൽ എവിടെ എടുത്തിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ നോർമലി ജീവിച്ചിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് മോർ ദാൻ എനഫ്. ആ ഒരു പ്രോപ്പർട്ടിക്ക് എന്നും വാല്യൂ ഉണ്ടാവും. പക്ഷെ നമ്മളത് ബ്രാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ കയ്യിലുള്ള എല്ലാ ബ്രാൻഡും. പോപ്പീസിന്റെ ഓണർ ഷാജു തോമസ് ഒരു വേദിയിൽ ട്രേഡ് ബാങ്കിന്റെ വാല്യൂഷനെ പറ്റി പറയുന്ന ഒരു വിഷ്വലി ഞാൻ കണ്ടായിരുന്നു. അതിന്റെ വോയിസ് ഒന്ന് നമുക്ക് കേട്ടു നോക്കാം. ബ്രാഹ്മിൻസ് കറി പൗഡറിനെ വിപ്രോയ്ക്ക് സെയിൽ ചെയ്തതിന്റെ മീഡിയേറ്റർ ആയിരുന്നു മിസ്റ്റർ സുരേഷ് കുമാർ. ഇന്നിപ്പോ ഞാൻ വരുന്നതിന് മുമ്പ് എന്നെ ഫോൺ ചെയ്തു. 3 പാർട്ടി പോപ്പീസ് ബൈ ചെയ്യാൻ വേണ്ടി റെഡിയാണ് ഷാജ്, ഞാൻ എന്നാ ഇരിക്കുന്നതായിരുന്നു. അതുപോലെ റിലയൻസ് ഒരു ഡെലിജൻസും വേണ്ട, ഒന്നും വേണ്ട, അവർ എന്റെ ബ്രാൻഡ് ബൈ ചെയ്യാൻ റെഡിയാണ്. ഒരു 400 ക്രോസ് ആണ് എനിക്ക്. എന്റെ ലാൻഡ് വേണ്ട, എന്റെ ബിൽഡിംഗ് വേണ്ട, ഒന്നും വേണ്ട, എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ട്രേഡ് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ 400 കോടി രൂപയ്ക്ക് അവർ എടുക്കാൻ തയ്യാറാണ്. അപ്പൊ ഞാൻ വേണം, നിങ്ങൾ ലാൻഡും അസറ്റും ഒന്നും അല്ല ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിന്റെ വാല്യൂഷൻ വേറെയാണ്. അതുപോലെ വിപ്രോ റെഡിയാണ്. എന്റെ കൺസ്യൂമർ സെഗ്മെന്റ് മാത്രം വിപ്രോ എന്നുള്ള പേരിൽ ബേബി സോപ്പ് ഇറക്കിയിട്ട് അവർക്ക് ഫെയിലിയർ ആയ, അപ്പൊ എന്റെ കൺസ്യൂമർ സെഗ്മെന്റ് മാത്രം അവർ വേണമെങ്കിൽ എടുക്കാൻ. ഞാൻ കള്ളം പറയില്ല, ഞാൻ എന്റെ അടുത്ത് ഈ നിങ്ങൾ ചിന്തിക്കേണ്ട വെറും ഒരു ഡേ ടു ഡേ പ്രോഫിറ്റ് അല്ല നിങ്ങൾ നോക്കേണ്ടത്.